Social media addiction is becoming more commonplace now. BCG കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ 84% സ്മാർട്ട് ഫോൺ യൂസേഴ്സും രാവിലെ എഴുന്നേറ്റ് 15 മിനിറ്റിനുള്ളിൽ തന്നെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ്. Teenagers are among the biggest consumers of social media while it is also consuming them. ഒരു ആവറേജ് ഇന്ത്യൻ ദിവസവും 194 മിനിറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചിലവഴിക്കുന്നുണ്ട്. അതായത് 3 മണിക്കൂർ 14 മിനിറ്റ്. Pull out your phone right now. I want you to look at your screen time. Tell me how much you have. I've had people 7 hours 45 minutes, 8 hours 50 minutes, 9 hours 16 minutes. That's your entire day all on that cell phone. ജെൻസി ഒരു ദിവസം 1-2 മണിക്കൂറിനുള്ളിൽ 360 തൊട്ട് 450 റീൽസ് വരെ കാണുന്നുണ്ട്. ഇതിൽ മെജോറിറ്റി ഓഫ് ആളുകൾക്കും തങ്ങൾ എന്താണ് അവസാനമായി കണ്ടതെന്ന് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. There is a cost to spending 2.5 hours a day on social media. By the way, 10 years ago we were spending 12.5 minutes a day. എല്ലാ സ്ക്രോളിംഗ്, ലൈക്ക്, നോട്ടിഫിക്കേഷൻ എല്ലാം കൊണ്ടും നമ്മൾ ബിസിയുമാണ്, നമ്മൾ എന്തിലേലും എൻഗേജ്ഡുമാണ്. എന്നാൽ നിങ്ങൾ അവസാനമായി സോഷ്യൽ മീഡിയയും ഫോണും ഇല്ലാതെ 1 മണിക്കൂർ ചെലവഴിച്ചിട്ടുള്ളത്? ശരിക്കും നമ്മളാണോ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്, അതോ നമ്മളെയാണോ യൂസ് ചെയ്യുന്നത്? We've all seen the headlines that social media is bad for our mental health. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള ഫീലിംഗുകൾ കൂടുവാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ചും ടീനേജേഴ്സിന്റെയും അഡൾട്ട്സിന്റെയും ഇടയിൽ. സോഷ്യൽ മീഡിയ എങ്ങനെയാണ് മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നതെന്ന് നോക്കിയാൽ നിങ്ങൾ കാണുന്നത് ഡോപ്പമിൻ റിലീസ്, റിവാർഡ് സിസ്റ്റം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും. Looking at our likes, and when we get a lot of likes, we get a dopamine peak, and it's rewarding. Oxytocin, the love hormone, when it's released, binds to dopamine neurons in the reward pathway. ബ്രെയിനിൽ ഡോപ്പമിൻ പ്രവർത്തിക്കുന്ന 4 പ്രധാന പാതകളുണ്ട്. മീസോളിംബിക് പാത്വേ, മീസോകോർട്ടിക്കൽ പാത്വേ, നീഗ്രോസ്ട്രേറ്റൽ പാത്വേ, ട്യൂബ്രോ ഇൻഫൻഡിബുലാർ പാത്വേ. മീസോകോർട്ടിക്കൽ പാത്വേ കോഗ്നിഷൻ, ഫോക്കസ്, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് എന്നിവയ്ക്ക് നിർണായകമായ പങ്കുവഹിക്കുന്നു. ട്യൂബ്രോ ഇൻഫൻഡിബുലാർ പാത്വേ ഹോർമോണൽ റെഗുലേഷൻസ്, പ്രത്യേകിച്ചും പ്രൊലാക്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. നീഗ്രോസ്ട്രേഷ്യൽ പാത്വേ മോട്ടോർ കൺട്രോളും ചലനങ്ങളും നിയന്ത്രിക്കാൻ പ്രധാന പങ്കുവഹിക്കുന്നു. മെസബോളിക് പാത്വേ വികാരങ്ങളെയും ഓർമ്മകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്നു. VTA മുതൽ അമിഗ്ഡല വരെ ഇത് കണക്ട് ചെയ്യുന്നു. അമിഗ്ഡല എന്ന് പറഞ്ഞാൽ വികാരങ്ങൾ പ്രോസസ് ചെയ്യുന്ന ഭാഗം. ഹിപ്പോകാമ്പസ് അതായത് പഠനവും ഓർമ്മകളും കൈകാര്യം ചെയ്യുന്ന ഭാഗം ഇടയ്ക്ക് ലിങ്ക് നൽകുന്ന ഒരു പ്രധാന പാത കൂടിയാണ്. റിവാർഡ് എക്സ്പീരിയൻസ് അനുഭവിക്കാൻ ഈ പാത നിർണായകമാണ്. റിവാർഡ് എക്സ്പീരിയൻസ് ലഭിക്കുമ്പോൾ ഡോപ്പമൈൻ പുറത്തുവിടുന്നു. ഇത് നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ആ അനുഭവം ലഭിച്ചിരുന്നത് ആ പ്രവൃത്തി വീണ്ടും ചെയ്യാനുള്ള മോട്ടിവേഷൻ നൽകുന്നു. ഡോപ്പമിന്റെ അളവിൽ വ്യത്യാസം വന്നാൽ നമ്മൾ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി അതിന്റെ പ്രഭാവം അനുഭവപ്പെടും. ടൂ മച്ച് ഡോപ്പമൈൻ അമിതമായ ഇമ്പൾസിവിറ്റി അഡിക്ഷൻ അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ പോലുള്ള അവസ്ഥകൾക്ക് കാരണമാക്കാം. ടു ലിറ്റിൽ ഡോപ്പമൈൻ മോട്ടിവേഷൻ കുറയ്ക്കുക, ഫോക്കസ് കുറയ്ക്കുക, അല്ലെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇന്ന് സോഷ്യൽ മീഡിയ ആപ്പ് ഒന്നിലധികം ഡോപ്പമൈൻസ് റിലീസ് ചെയ്യുന്ന രീതിയിൽ ബ്രെയിനിനെ ട്രിഗർ ചെയ്യുന്നു. ഇത് ഹെറോയിൻ, മെത്ത് അല്ലെങ്കിൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന ഡോപ്പമൈൻ ഹിറ്റിനോട് സമാനമായ എഫക്ട് ഉണ്ടാക്കുന്നു. Social media has unfortunately the potential to do is actually drugify human connection by contributing to all of the features that make something addictive, and that is access, quantity, potency and novelty. എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കാത്തിരിക്കാനുള്ള ക്ഷമയെ കുറയ്ക്കുന്നു. ഓൺലൈനിൽ കാണുന്ന പലതരം റീൽസ് നമ്മളുടെ ബ്രെയിനിൽ ഇമോഷണൽ ഓവർലോഡ് ഉണ്ടാക്കുന്നു. ഇത് ഇമോഷണൽ ബാലൻസ് നഷ്ടപ്പെടുത്തും. Especially the short videos. The short videos are really, really addictive because the time between action and reinforcement is so quick that as you know in behaviorism, like that's the key. It's the quick reinforcement. ഇതോടെ നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇറങ്ങാതെ വീണ്ടും സ്ക്രോൾ ചെയ്യുന്നു. ഇത് ഡൂം സ്ക്രോളിംഗ് എന്ന ശീലത്തിലേക്ക് നയിക്കുന്നു. ഡൂം സ്ക്രോളിംഗ് എന്നത് നിരന്തരം നെഗറ്റീവ് ന്യൂസ് അല്ലെങ്കിൽ ദുഃഖകരമായ കണ്ടന്റ് സ്ക്രോൾ ചെയ്ത് വായിക്കുന്നതിനെയാണ്. ഡൂം സ്ക്രോളിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിരന്തരമായി മൂവ് ചെയ്യുകയാണ്, എന്നാൽ മനസ്സിന് യാതൊരുവിധ റെസ്റ്റും കിട്ടുന്നില്ല. നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അതിലെ റിയാലിറ്റി നേരെ വിപരീതമാണ്. സ്ക്രോൾ ചെയ്യുന്നത് മസിൽ ഫാറ്റിക്, പെയിൻ, പിന്നീട് സ്ലീപ്പ് ഡിപ്രവേഷനിലേക്ക് നയിക്കാം. ഇത് നിങ്ങളുടെ വർക്ക് പെർഫോമൻസിനും ഹെൽത്തിനും മോശമായ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. സോഷ്യൽ മീഡിയ ഫീഡ്സിലെ നെഗറ്റീവ് ന്യൂസ് കാണുമ്പോൾ അത് നിങ്ങളുടെ മൂഡിനെ നേരിട്ട് ബാധിക്കും. നമ്മൾ മനുഷ്യർക്ക് ഒരു നെഗറ്റീവ് ബയസ് ഉണ്ട്, അതായത് നെഗറ്റീവ് ഇൻഫർമേഷൻസ് പോസിറ്റീവ് ഇൻഫർമേഷനും കാട്ടും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കും. നെഗറ്റീവ് ബയസ് നമ്മളെ നെഗറ്റീവ് സ്റ്റോറീസിലേക്ക് കൂടി കൂടുതൽ ആകർഷിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പലപ്പോഴും ക്യൂറേറ്റഡും ഐഡിയലൈസ്ഡുമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ രൂപമാണ് നമുക്ക് കാണിക്കുന്നത്. ഇതുകൊണ്ടുള്ള താരതമ്യങ്ങൾ പലരിലും ഇൻസെക്യൂരിറ്റി, സെൽഫ് ഡൗട്ട് എന്നുള്ള വികാരങ്ങൾ ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന്, ഞാനത്ര പോരാ, എനിക്ക് അവരുടെ അത്ര സൗന്ദര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചോ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് സ്വയം തെറ്റായ ചിന്തകൾ ഉണ്ടാക്കുന്ന രീതിയാണിത്. ഇപ്പോൾ കൺഫർമേഷൻ ബയസ് കൂടി ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് ശരിയാണെന്ന് തെളിയിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും അത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ പതിവാവുകയും ഈ ചിന്തകൾ നോർമലായി മാറുകയും ചെയ്യുന്നു. ഇത് ലോ സെൽഫ് എസ്റ്റീമിലേക്ക് നയിക്കുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചായിരിക്കും
നമ്മൾ തന്നെ കാണുന്നത്. അതുപോലെ തന്നെ ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നത് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളിൽ പകുതിയിലധികം പേരെയും സ്വാധീനിക്കുന്ന ഒരു വികാരമാണ്. എല്ലാവരും ഏറ്റവും പുതിയ ഡാൻസ് ചലഞ്ച് ചെയ്യുന്നതോ പുതിയ ട്രെൻഡി ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്നതോ ആയ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അപരിചിതർക്കും ധാരാളം ലൈക്കും അഭിപ്രായങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു. ഞാനും അത് പരീക്ഷിക്കണം അല്ലെങ്കിൽ ഈ പ്രവണതയുടെ ഭാഗമാണെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. മറ്റെല്ലാവരും അത് ചെയ്തതിനാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ സമ്മർദ്ദം അനുഭവപ്പെടുന്നു. നിങ്ങൾ അറിയപ്പെടാനോ മറ്റുള്ളവരുമായി കണക്ഷൻ ഉണ്ടാവാനോ ഉള്ള സാഹചര്യം നഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നു. ഇതിന്റെ ഒരു എക്സാമ്പിളാണ് സ്കൾ ബ്രേക്കേഴ്സ് ചലഞ്ച്. ഈ ചലഞ്ചിൽ 3 പേർ പങ്കെടുക്കുന്നു. 2 ആൾ ആദ്യം ചാടി കാണിക്കും. പിന്നെ 3-ാമത്തെ ആൾ ചാടുമ്പോൾ അയാളുടെ കാൽ തട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ നിലത്ത് വീഴുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കും ഇത് ഇവിടെയും ഫ്രണ്ട്സിന്റെ ഇടയിൽ നടക്കുന്നതാണെന്ന്. എന്നാൽ ന്യൂജേഴ്സിയിൽ ഈ ചലഞ്ചിൽ പങ്കെടുത്ത 2 കുട്ടികൾക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തിരിക്കുകയാണ്. ഈ ചലഞ്ചിൽ പങ്കെടുത്തവരുടെ ക്ലാസ്മേറ്റിന് ഗുരുതരമായി പരിക്കേറ്റു. ട്രെൻഡിനും ചലഞ്ചിനും വേണ്ടി എന്തും ചെയ്യും. നമ്മൾ പണ്ട് കീക്കി ചലഞ്ച് ഒക്കെ കണ്ടതാണ്. അതിനെ തുടർന്ന് കുറെ അപകടങ്ങളും കണ്ടതാണ്. ഈ ട്രെൻഡിനൊത്ത് പോയില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട് എന്ന തോന്നലാണ് ഫോമോ. യൂണിസെഫിന്റെ കണക്കുകൾ പ്രകാരം 15 തൊട്ട് 24 വയസ്സ് വരെയുള്ള 1 in 7 ഇന്ത്യൻസിന് ഡിപ്രഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഡിപ്രഷൻ സെൽഫ് എസ്റ്റീമുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു. 13,285 പാരന്റ്സിൽ നടത്തിയ സർവേയിൽ 10% പറയുന്നത് 9 തൊട്ട് 17 വയസ്സ് വരെയുള്ളവർ 6 മണിക്കൂർ ദിവസവും ഓൺലൈനിൽ ചെലവഴിക്കുന്നുണ്ട് എന്നാണ്. 58% പാരന്റ്സ് പറയുന്നത് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം തങ്ങളുടെ കുട്ടികൾക്ക് വളരെയധികം അഗ്രഷൻ കൂടിയിട്ടുണ്ട് എന്നാണ്. 49% പറയുന്നത് അമിതമായ ഓൺലൈൻ ഇടപഴകൽ കാരണം അവരുടെ മക്കൾ വളരെ അലസമായി എന്നാണ്. ഷോർട്ട് ഫോം കോണ്ടന്റുകളുടെ കൂടുതൽ ഉപയോഗത്തിലൂടെ മനുഷ്യന്റെ അറ്റൻഷൻ സ്പാൻ കുറയുകയാണ് ചെയ്യുന്നത്. അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും എടുക്കുന്ന സമയത്തെ സൂചിപ്പിക്കുന്നു. ഈ എബിലിറ്റി നമുക്ക് ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റും കോൺസെൻട്രേഷനും നിലനിർത്താൻ സഹായിക്കുന്നു. അറ്റൻഷൻ സ്പാൻ നമുക്ക് ലേണിംഗ്, വർക്ക്, കോൺവെർസേഷൻ പോലുള്ള ആക്ടിവിറ്റീസിൽ അനിവാര്യമായി ഉപയോഗിക്കേണ്ട പ്രധാന വശമാണ്. വർഷം 2000 ഒരു ആവറേജ് മനുഷ്യന്റെ അറ്റൻഷൻ സ്പാൻ 12 സെക്കൻഡ് ആയിരുന്നു. 2013 ആകുമ്പോൾ അത് 8 സെക്കൻഡായി മാറി. പിന്നീട് 2019 ആകുമ്പോൾ അത് 6 സെക്കൻഡായി മാറി എന്നാണ് പറയപ്പെടുന്നത്. 8 സെക്കൻഡ് ആയാലും ഇത് സാധാരണ ഗോൾഡ് ഫിഷിന്റെ 9 സെക്കൻഡ് അറ്റൻഷൻ സ്പാനിനെക്കാട്ടും കുറവാണ്. നമ്മൾ സ്ക്രീനിൽ നോക്കുമ്പോഴുള്ള അറ്റൻഷൻ സ്പാൻ 47 സെക്കൻഡാണ്. എന്നാൽ ഇത് കുറഞ്ഞു വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നീണ്ട സമയം വരെ സ്ക്രോൾ ചെയ്യുന്നത് കോഗ്നിറ്റീവ് ഓവർലോഡിനും മെന്റൽ ഫാറ്റിഗിനും കാരണമാകും. ഇത് ചിലപ്പോൾ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നയിക്കാം. ഇമോഷണൽ ഡിസ്കണക്ഷൻ. സ്ക്രോളിംഗിൽ മൈൻഡ്ലെസ്ലി എൻഗേജ് ആവുന്നത് നമ്മളെ റിയൽ ലൈഫ് ഇന്ററാക്ഷനിൽ നിന്നും സറൗണ്ടിങ്ങിൽ നിന്നും ഇമോഷണലി ഡിറ്റാച്ച് ചെയ്യുന്നു. കൂടാതെ ബ്ലൂ ലൈറ്റ് കാരണം ഉറക്കക്കുറവ്, മാനസിക ഏകാഗ്രതയെയും ഓർമ്മശക്തിയെയും ബാധിക്കുന്നു. ഇതിനെപ്പറ്റി വേറെ തന്നെ ഒരു വീഡിയോ നമുക്ക് ചർച്ച ചെയ്യാം. എന്നാൽ എങ്ങനെ ഈ അഡിക്ഷനിൽ നിന്ന് നമുക്ക് മാറാം? ടെക്നോളജി വളർന്നു വരുന്നതിനാൽ സോഷ്യൽ മീഡിയ ഡിലീറ്റ് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. നമ്മുടെ വർക്ക്, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻ എല്ലാം നിലനിൽക്കേണ്ടതുകൊണ്ട് സോഷ്യൽ മീഡിയ ഡിലീറ്റ് ചെയ്യുന്നതല്ല നല്ലൊരു ഓപ്ഷൻ. അതിന്റെ ഉപയോഗം കുറയ്ക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിലും വർക്ക് സ്പേസിലും ഫോണിന് ഒരു ഫ്രീ സോൺ ഉണ്ടാക്കുക. ഒരു ആപ്പ് അല്ലെങ്കിൽ ഫോൺ ഫീച്ചർ വെച്ച് സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് ആണോ കാണുന്നതെന്ന് ശ്രദ്ധിക്കണം. അൺനെസസറി നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യുക. ബെറ്റർ മെന്റൽ ഹെൽത്തിന് വേണ്ടി റിയൽ ലൈഫ് ഇന്ററാക്ഷൻ പ്രയോറിറ്റൈസ് ചെയ്യുക. ഡിജിറ്റൽ ഇന്ററാക്ഷൻ കുറയ്ക്കുക. സ്ക്രീൻ ഫാറ്റിഗ് കുറയ്ക്കാൻ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തുക. ഓഫ്ലൈൻ ഹോബീസിൽ എങ്ങനെ സമയം ചെലവിടാമെന്ന് നോക്കുക. ബ്രെയിൻ സ്റ്റോമിംഗ് എക്സസൈസ്, ഉദാഹരണത്തിന് പസിൽ, മെമ്മറി ഗെയിമുകൾ അല്ലെങ്കിൽ റീഡിംഗ് ബുക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എൻഗേജ് ആവുക. ഇനി നിങ്ങളോട് ആദ്യം ചോദിച്ചാൽ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും ചോദിക്കാനുള്ളത്. നിങ്ങളാണോ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് അതോ നിങ്ങളെയാണോ യൂസ് ചെയ്യുന്നത്?